ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന പുതിയൊരു സൈറ്റിന്റെ പേരാണ് റിട്രോബക്സ്. അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ തന്നെ ഗൂഗിൾ എടുക്കുക. ഗൂഗിൾ എടുത്തതിന് ശേഷം റിട്രോബക്സ് എന്ന് സെർച്ച് ചെയ്യുക. RETROBUX എന്നാണ് സൈറ്റിന്റെ പേര്. റിട്രോബക്സ് എന്നാണ് സൈറ്റിന്റെ പേര്. അപ്പോൾ ഒരുപാട് സൈറ്റിന്റെ ലിസ്റ്റുകൾ ഇങ്ങനെ വന്നിട്ടുണ്ടാവും. ആ ലിസ്റ്റിൽ നിന്ന് നമ്മളൊരു കാര്യം തിരഞ്ഞെടുക്കേണ്ടതെന്ന് വെച്ചാൽ retrobucks.com അല്ല, retrobucks.fun എന്ന് പറയുന്ന സൈറ്റിലാണ് നമ്മൾ കയറേണ്ടത്. ആദ്യം തന്നെ വന്നിട്ടുണ്ടാവും റിട്രോബക്സ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ ആദ്യം തന്നെ retrobucks.fun എന്ന് പറഞ്ഞിട്ട് വരും. അതിൻ്റെ അകത്ത് എങ്ങനെയൊക്കെയാണ് വർക്ക് ചെയ്യേണ്ടത് എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് നോക്കാം. വളരെ ഈസി ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സൈറ്റാണ്. അതിന്റെ റിവ്യൂസും കാര്യങ്ങളുമാണ് റിട്രോബക്സിന്റെ. ഓക്കെ, ഇതാണ് റിട്രോബക്സ് എന്ന് പറയുന്ന സൈറ്റ്. ഓക്കെ, എങ്ങനെയാണ് ഇവിടെ സൈറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണ് നമുക്ക് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്നത് എന്നൊക്കെ നോക്കാം. ആദ്യം തന്നെ ഞാൻ സൈൻ അപ്പ് ആണ് കൊടുത്തത്. സൈൻ അപ്പ് കൊടുക്കുകയാണ്, ലോഗിൻ അല്ല, സൈൻ അപ്പ് കൊടുത്തു. അതായതാണ് സൈറ്റിന്റെ പേര് റിട്രോബക്സ്. RETROBUX ആണ് സൈറ്റിന്റെ പേര്. ഫുൾ നെയിം കൊടുക്കാൻ പറയുന്നുണ്ട്. ഞാൻ എന്റെ പേര് കൊടുക്കുകയാണ്. ഞാൻ മറ്റൊന്ന് കൊടുത്തു. ഇവിടെ ആൾറെഡി ഇമെയിൽ അഡ്രസ് വന്നിട്ടുണ്ട്. യൂസർ നെയിം 123-2019 എന്ന് കൊടുക്കുകയാണ്. ഡേ ഓഫ് ബർത്ത് 2010. കറക്റ്റ് ആയിട്ട് തന്നെ കൊടുക്കാനായിട്ട് ശ്രമിക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പെർഫെക്റ്റ് മണി പോലെ അല്ലെങ്കിൽ പേപ്പാൽ പോലെയുള്ള സൈറ്റിൽ കൊടുത്ത് അതേ മെയിൽ അഡ്രസ് തന്നെ കൊടുക്കാൻ ശ്രമിക്കുക എന്നല്ല, കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ക്യാഷ് സമയത്ത് ട്രാൻസ്ഫർ ആകത്തില്ല, അങ്ങനൊരു ബുദ്ധിമുട്ട് വരും. പാസ്വേഡ് കൊടുക്കണം. പാസ്വേഡ് കൊടുത്തു. ഞാൻ ബെർത്ത് ഇയർ കൊടുത്തിട്ടില്ലായിരുന്നു. അവിടെ എഴുതിയിട്ടുണ്ട് ബെർത്ത് ഫീൽഡ് ഈസ് നോട്ട് കറക്റ്റ് എന്ന്. അക്കൗണ്ട് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. വെൽക്കം ടു റിട്രോബക്സ് വന്നിട്ടുണ്ട്. രജിസ്ട്രേഷൻ ആണ്. മെയിൽ വന്നിട്ടുണ്ടോ നോക്കുക.
റെട്രോബക്സിൻ്റെ ഇതിൽ വന്നിട്ടുണ്ട്. ഇതിൽ പെയറും പെർഫെക്റ്റ് മണി അവൈലബിൾ ആണ്. എൻ്റെ അക്കൗണ്ടാണ്. യുവർ പേഴ്സണൽ ക്വസ്റ്റ്യൻ ഉണ്ട്. നമ്മളൊരു സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ നമ്മൾ തന്നെ കൊടുക്കണം. ഞാനിപ്പോൾ കൊടുക്കുകയാണ്. മൈ ഫസ്റ്റ് ടീച്ചർ. അസീൻ എന്ന് പറയുന്ന ഒരു സാറാണ്. ഇവിടെ നോക്കുക. ഇതാണ് സൈറ്റ്. ഈ ഒരു സൈറ്റിൽ എൻ്റെ ഇപ്പോൾ ബാലൻസ് യു ഹാവ് എ വ്യൂഡ് ഫോർ അഡ്വർടൈസ്മെന്റ് യെസ്റ്റർഡേ കണ്ടിട്ടില്ല. എൻ്റെ യൂസർ ഐ ഡി ആണ് മനു 123 2019. മെമ്പർ ഞാൻ ലോഗിൻ ചെയ്തിട്ടുള്ള ഡേറ്റ് ആണ് 18 ഡിസംബർ 2018. അക്കൗണ്ട് സമ്മറി, മെസ്സേജ് സിസ്റ്റം, ആഡ് ഫണ്ട്, വിഡ്രോ, ബാനർ, അക്കൗണ്ട് സമ്മറി. ഓക്കെ, ജസ്റ്റ് ഒന്ന് ആഡ് ആയതുകൊണ്ടാണ് അങ്ങനെ വന്നത്. അക്കൗണ്ട് സമ്മറി, മെസ്സേജ് സിസ്റ്റം, ആഡ് ഫണ്ട്, വിഡ്രോ, ബാനർ, പേഴ്സണൽ സെറ്റിംഗ്സ്, ഫോറം സെറ്റിംഗ്സ്, അഡ്വർടൈസ് പാനൽ, മാനേജ് ലോഗിൻ ആഡ്സ്, ഡയറക്റ്റ് റെഫറൽ, ഹൈ റെഫറൽസ്. പൈസ കൊടുത്ത് നമുക്ക് റെഫറൽസ് വാങ്ങിക്കാനായിട്ട് സാധിക്കും. അക്കൗണ്ട് സമ്മറി എന്ന് പറഞ്ഞാൽ അക്കൗണ്ടിലേക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ആഡ് ചെയ്യാനുണ്ടെങ്കിൽ അക്കൗണ്ട് സമ്മറി വഴി നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിലൊരു കാര്യം മെസ്സേജ് സിസ്റ്റം. മെസ്സേജ് സിസ്റ്റം മീൻസ് എന്തെങ്കിലും നമുക്ക് ഇൻഫർമേഷൻ അവർ തരാനുണ്ടെങ്കിൽ നമുക്ക് മെസ്സേജ് ആയിട്ട് വന്നിട്ടുണ്ടാവും. ജസ്റ്റ് ഇവിടെ 0 ആണ്. ഇപ്പോൾ എനിക്കൊരു മെസ്സേജ് വന്നിട്ടില്ല. ഇതിൽ ഈ ഒരു സൈറ്റ് രജിസ്റ്റർ ചെയ്യുമ്പോൾ മെയിലും കാര്യങ്ങളൊന്നും വരത്തില്ല. ഡയറക്റ്റ് നമുക്ക് യൂസർ ഐ ഡി പാസ്വേഡ് വെച്ച് ലോഗിൻ ചെയ്യാനായിട്ട് സെറ്റും. ഫണ്ട് ആഡ് ചെയ്യാനായിട്ട് നമുക്ക് എന്തെങ്കിലും ക്യാഷ് എക്സ്ട്രായിൽ ക്യാഷ് ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. വിഡ്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്നതാണ്. വിഡ്രോ എത്രയാണ് വിഡ്രോ എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ന്യൂ ടാഗിൽ എടുക്കാം, ന്യൂ വിൻഡോയിൽ എടുക്കുകയാണ്. റെട്രോബക്സിന്റെ ഫസ്റ്റ് പേ ഔട്ട് ഇതാണ്. ബാനേഴ്സ് ഉണ്ട്, ഫോറം സെറ്റിംഗ്സ്, പേഴ്സണൽ സെറ്റിംഗ്സ് ഞാൻ എടുക്കുകയാണ്. മെയിൽ, ഇതിലെ കാര്യങ്ങൾ ഇമെയിൽ അഡ്രസ് നോക്കുക. panucloud@gmail.com ആണ്. പെർഫെക്റ്റ് മണിയുടെ അല്ലെങ്കിൽ പെയറിന്റെ ഇമെയിൽ അഡ്രസ് കൊടുത്താൽ മതി, അല്ലെങ്കിൽ യൂസർ നെയിം കൊടുത്താൽ മതി. പാസ്വേഡ് ചേഞ്ച് ചെയ്യാനാണ്. വർക്ക് നോക്കാം. ഏൺ മണിയിനകത്ത് വ്യൂ ആർട്സ് എന്നുണ്ട്. ഈ ഒരു വർക്ക് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുകയാണ്. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത ഉടനെ തന്നെ
ഒരു ചെറിയൊരു പ്രശ്നമാണ്. കാരണം വെച്ചാൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് 24 hours ആയിട്ടില്ല. അത് ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്യണം. ഒരു വർക്ക് ഞാൻ പകുതിക്ക് കൊണ്ട് വെച്ച് ഉപേക്ഷിച്ചുകൊണ്ടാണ് ഇവിടെ പകുതിയായത്. ജസ്റ്റ് ഒരെണ്ണം കൂടെ ഞാൻ ഓപ്പൺ ചെയ്യാം. 24 hours ആവാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഒരു ചെറിയൊരു പ്രശ്നം വന്നിട്ടുള്ളത്. സ്റ്റോറിന്റെ ഫ്രണ്ടാണ് ചോദിക്കുന്നത്. സെവൻ സെക്കൻഡ് വെയിറ്റ് ചെയ്യാനാണ്. 5 4 3 2 1 0. ഗെറ്റ് ലിങ്ക് കൊടുത്തു കഴിഞ്ഞാൽ ലിങ്ക് ഇവിടെ അവൈലബിൾ ആയിട്ട് വരും. ഞാനിപ്പോൾ ജസ്റ്റ് ഒരു ആഡ് ക്ലിക്ക് ചെയ്തിട്ടേ ഉള്ളൂ. എൻ്റെ എമൗണ്ട് ഇതാ ഇവിടെ വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒരു ആഡ് ഓപ്പൺ ചെയ്തതാണ്. ബാലൻസ് 0. പർച്ചേസിങ് ബാലൻസ് 0 ആണ്. ഇപ്പം എൻ്റെ വിഡ്രോയിൽ ഇല്ല. ക്യാഷ് ഔട്ട് പോയിന്റ് 10 പോയിന്റ്സ് ഉണ്ട്. ഞാൻ പേയ്മെന്റ് ഒന്നും ചെയ്തിട്ടില്ല. ഡയറക്റ്റ് റെഫർ ചെയ്തിട്ടില്ല ആരെയും. ഞാൻ ഒരു ക്ലിക്ക് ഞാൻ ചെയ്തിട്ടുള്ളൂ. അതിൻ്റെ ലിങ്ക് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഒരുപാട് സൈറ്റിന്റെ പേരുണ്ട്, അതിലൊന്നും നിങ്ങൾ ചെയ്യണ്ട. ലോഗിൻ ഹിസ്റ്ററി എടുത്ത് നോക്കാൻ പറ്റും. ഓക്കെ, ഞാൻ ലോഗിൻ ചെയ്തിട്ടുള്ള ടൈമൊക്കെയാണ് December 18, 8:41 AM. ഏത് ബ്രൗസറാണോ, മുസില്ലയാണോ, എല്ലാ കാര്യങ്ങളും ഇതിലുണ്ട്. എല്ലാ കാര്യങ്ങളും ഇതിൽ അറിയാൻ പറ്റും. ഏൺ മണിയിലകത്ത് കോൺടെസ്റ്റ് എടുത്ത് നോക്കാം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 24 hours ആവാത്തത് കൊണ്ടാണ് എനിക്ക് ഒരു കാര്യങ്ങളും ഓപ്പൺ ആയി വരാത്തത്. ഇവിടെ എനിക്ക് കോൺടെസ്റ്റ് ഒന്നും അവൈലബിൾ അല്ല. നിങ്ങളായിരുന്നാലും ശരി, രജിസ്റ്റർ ചെയ്തിട്ട് 24 hours മുന്നേ കയറി കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ നിങ്ങൾക്കും ഇതുപോലെ തന്നെ ഉണ്ടാവും. ഇതേപോലെ തന്നെ കാണിച്ചിട്ടുണ്ടാവും. ഓക്കെ, ഏൺ മണിയിൽ വ്യൂ ആഡ്സ് എടുക്കാം.
വെയിറ്റിംഗ് ഫോർ റെസ്പോൺസ്. ഓക്കെ, വെയിറ്റിംഗിലാണ്. ട്വന്റി 4 hours ആവാത്തത് കൊണ്ടാണ് ഇത്രയും ഡിലേ വരുന്നത്. ഞാനിപ്പോ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതിനോട്ട് റോബോട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. വെഹിക്കിൾസ്, ഒരു വർക്കായിട്ടുണ്ട്. ഞാൻ ഒന്ന് ക്ലോസ് ചെയ്തു. റെട്രോബക്സിൻ്റെ അത് ഓക്കെ ഓക്കെ മെസ്സേജ് ഒക്കെ ക്ലോസ് ചെയ്തു. ഡീറ്റെയിൽസ് ഉണ്ട്. ഇത് പൈസ കൊടുത്ത് വാങ്ങേണ്ടി വരും. ഇത് നമ്മൾ ബാനർ ആഡ് 25,000 ക്രെഡിറ്റ്സ് $1. ഇതെല്ലാം ക്യാഷ് കൊടുത്ത് വാങ്ങിക്കേണ്ടതാണ്. ക്യാഷ് കൊടുത്ത് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ നമ്മൾ നല്ല രീതിയിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗെയിം ചെയ്യാനായിട്ട് സാധിക്കുന്ന സൈറ്റാണ്. സൈറ്റ് ലോഡാവുന്നതാണ്. ഇതിൽ നമുക്ക് ഒരുപാട് കോളംസ് ഉണ്ട്. ഈ കോളംസിൻ്റെ അകത്ത് നമുക്ക് ഒരുപാട് ക്ലിക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. എവിടെ വേണമെങ്കിലും നമുക്ക് ഇതിനകത്ത് എല്ലാ ഓപ്ഷൻസ് ആണ്. ഇതിൽ എവിടെ വേണമെങ്കിലും നമുക്ക് ക്ലിക്ക് ചെയ്യാം. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. എവിടെയെങ്കിലും ഞാൻ ജസ്റ്റ് ഒന്ന് വല്ല ഇത് നോക്കാം, എമൗണ്ട് വല്ല കൂടുതൽ കിട്ടുമെന്ന് നോക്കാം. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തു. എഴുതിയിട്ടുണ്ട് ഇവിടെ, എവിടെയാണെങ്കിലും ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്താൽ മതി. ക്ലിക്ക് എനിവെയർ ഓൺ ദിസ് പിക്ചർ. ഇപ്പൊ എനിക്കിത് ക്ലിക്ക് ചെയ്യാൻ പറ്റാത്തതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്വന്റി 4 hours ആയിട്ടില്ല. 50 ക്ലിക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഒരു ദിവസം മാക്സിമം 50 ക്ലിക്ക് വരെ ചെയ്യാം. 50 ക്ലിക്ക് വരെ ഇതിൽ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. കമ്പണറ്റ് ചെയ്യാം. ടുഡേ ടോട്ടൽ ഒന്നും ആയിട്ടില്ല. ക്ലിക്സ് 0 ആണ്. ടോട്ടൽ ടുഡേ 0, ടോട്ടൽ 0. ക്ലിക്സ് ലെഫ്റ്റ് 50 ഉണ്ട്.
മറ്റേതൊരു PT സൈറ്റിനേക്കാളും കുറച്ചുകൂടെ ബെനിഫിറ്റ് ആണ്. കാര്യം എന്ന് വെച്ചാൽ ബാക്കിയുള്ള സൈറ്റുകളിലെല്ലാം 50 ക്ലിക്സ് ഒന്നും വരത്തില്ല, മാക്സിമം 20 ക്ലിക്സ് ആണ്. ഇതിൽ മാത്രമാണ്, ഈ ഒരു സൈറ്റിൽ മാത്രമാണ്, അതായത് റെട്രോബക്സ് എന്ന് പറയുന്ന സൈറ്റിൽ മാത്രമാണ് ഈ 50 ക്ലിക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൽ റീസെന്റ് ആയിട്ട് വിഡ്രോ ചെയ്തവരുടെ ലിസ്റ്റ് ആണ് ഇതിൽ റീസെന്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ട് ഇതിൽ ഇതടിച്ചിട്ടുള്ളത്. സഫ്വാൻ ഡേറ്റ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക, December 14, 2018. പേരുണ്ട്, പെർഫെക്റ്റ് മണി ഉണ്ട്. പെർഫെക്റ്റ് മണി ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. പേരുണ്ട്, എന്നാലും പെർഫെക്റ്റ് മണി ഉണ്ട്. അക്കൗണ്ട് നമ്പർ, അക്കൗണ്ട് നെയിം, അക്കൗണ്ട് ഫുൾ നെയിം, സിറ്റി, അഡ്രസ്, കൺട്രി, സിപ്പ് അല്ലെങ്കിൽ പോസ്റ്റൽ കോഡ്. സിപ്പ് കോഡ് എന്ന് പറയുന്ന പോസ്റ്റൽ കോഡ് തന്നെയാണ്. എൻ്റെ ഇവിടെ ഞാൻ ആൾറെഡി എനിക്ക് അക്കൗണ്ട് ഉള്ളതുകൊണ്ട് ഇവിടെ എല്ലാ കാര്യങ്ങളും വന്നിട്ടുണ്ട്. എനിക്ക് ആൾറെഡി ഇതിൽ അക്കൗണ്ട് ഉണ്ട്. ഓക്കെ, അതൊക്കെ കൊടുത്തു നിങ്ങൾക്ക് അറിയാൻ പറ്റും. അക്കൗണ്ട് നമ്പർ മാത്രം കൊടുത്താൽ മതി. മനു ട്രിവാൻഡ്രം, കൺട്രി സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇന്ത്യ അവൈലബിൾ ആണ്. ഇന്ത്യ ഇവിടെ അവൈലബിൾ ആണ്, ഇന്ത്യ ചെയ്യാൻ പറ്റും. ഇമെയിൽ, പാസ്വേഡ്, റീടൈപ്പ് പാസ്വേഡ്, ഇത്രയും കാര്യങ്ങൾ കൊടുത്തിട്ട് അക്കൗണ്ട് പേഴ്സണലാണ്, ബിസിനസ് അല്ല. റീടൈപ്പ് ചെയ്യുക, പാസ്വേഡ് സെയിം. ടേംസ് ആൻഡ് കണ്ടീഷൻ രജിസ്റ്റർ ചെയ്യുക. വെൽക്കം പെർഫെക്റ്റ് മണി എന്ന് പറഞ്ഞു വന്നിട്ടുണ്ട്. മെയിൽ നോക്കാം. പെർഫെക്റ്റ് മണിയുടെ 2 മെസ്സേജ് വന്നിട്ടുണ്ട്. ആക്ടിവേഷൻ ലിങ്ക് കിടപ്പുണ്ട്. ഓക്കെ,
ഓക്കെ, യൂസർ ഐ ഡിയും പാസ്വേഡും എല്ലാം വന്നിട്ടുണ്ട്. ആക്ടിവേഷൻ കോഡാണ്, കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. ഓക്കെ, ഇതാണ് പെർഫെക്റ്റ് മണി എന്ന് പറയുന്നത്. രജിസ്ട്രേഷൻ പ്രോസസ് വേണ്ടിയിട്ട്. ഓക്കെ, ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ആക്ടിവേഷൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. പേജ് ലോഡിംഗ് ആണ്. ഇതുപോലെയാണ് പെർഫെക്റ്റ് മണിയിലേക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഞാൻ ആൾറെഡി ചെയ്തിട്ടുണ്ട്. എൻ്റെ യൂസർ ഐ ഡി പാസ്വേഡ് അടിച്ചു കഴിഞ്ഞാൽ എനിക്ക് ലോഗിൻ ആവും. ഓക്കെ, എൻ്റെ മെയിലിലേക്ക് എൻ്റെ യൂസർ ഐ ഡിയും പാസ്വേഡ് എല്ലാം വന്നിട്ടുണ്ട്. ഓക്കെ, ഇതേപോലെ എല്ലാവരും അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഇതിൽ പേ ഔട്ട് നമുക്ക് പെർഫെക്റ്റ് മണി വഴി ചെയ്യാനായിട്ട് സാധിക്കും. ഇത് ക്ലിക്സ് ഗ്രിഡ് ആണ്. ഇതിൽ പറയുന്ന ക്രോ ഗ്രിഡ് എന്നാണ് പറയുന്നത്. ഓഫർ ഓൾ എടുത്ത് നോക്കാം. ഞാൻ ഒരു കാര്യങ്ങളും ഇതേപോലെ ഈ ഒരു ഡിസംബർ മാസത്തിൽ ഒരു കാര്യം ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ടോപ്പ് ഓഫർ ഡിസംബറിൽ ഏൺ ചെയ്തിട്ടുള്ള ലിസ്റ്റാണ്. PDC ആണ്. ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്തു. ഇതെല്ലാം ഓരോ വർക്കുകളാണ്. 001, 002 ഇങ്ങനെയുള്ള വർക്കാണ്. ഞാൻ ജസ്റ്റ് ഒരു വർക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. 24 hours ആവാത്തതുകൊണ്ട് എനിക്ക് അക്കൗണ്ട് ചിലപ്പോൾ ഓപ്പൺ ആകത്തില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 24 hours ആയിട്ടില്ല. ഓക്കെ, ഇത് 24 hours ആവാത്തതിൻ്റെ ഒരു ചെറിയൊരു പ്രശ്നമാണ് അക്കൗണ്ടിലുള്ളത്. എല്ലാവരും 24 hours കഴിഞ്ഞിട്ട് തന്നെ ഈ ഒരു സൈറ്റ് കയറുക. ഇല്ലെന്നുണ്ടെങ്കിൽ ഇതേപോലെ നമുക്ക് ഓപ്പൺ ആവത്തില്ല. ഇതെല്ലാം വർക്കുകളാണ്. ജസ്റ്റ് ഒരു 30 സെക്കൻഡ് അല്ലെങ്കിൽ 15 സെക്കൻഡ് നമ്മൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി. വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ തലകീഴായിട്ടുള്ള പിക്ചർ സെലക്ട് ചെയ്യാൻ വരും. അത് അതേപോലെ ഒന്ന് കൊടുത്താൽ മതി. ഫുൾ ഡീറ്റെയിൽസ് അതിൽ തന്നെ ഉണ്ടാവും. അക്കൗണ്ട് ബാലൻസ് 10 ആണ്. ഹെഡ് ഓർ ടെയിൽ എന്നാണ് അവർ ചോദിക്കുന്നത്. ഇതിപ്പോൾ ഹെഡാണ്. ഇവിടെ സ്റ്റാർട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ ചെയ്ത ഈ റിസ്കിലാണ് 10. എനിക്ക് ഇതിപ്പോൾ എമൗണ്ട് വന്നിട്ടുണ്ട്. എൻ്റെ റിസ്കിൽ വേണമെങ്കിൽ എനിക്ക് ഇതിൽ എമൗണ്ട് കൂട്ടാം. ഇതിപ്പോൾ ഹെഡ് ഓർ ടെയിൽ എന്നാണ്. ഹെഡ് ടെയിൽ എന്ന് കൊടുക്കാനുള്ള ഓപ്ഷനാണ്. ഞാൻ ടെയിൽ കൊടുത്തു. സബ്മിറ്റ് ചെയ്തു. നോക്കാം. യു ഡു നോട്ട് ഹാവ് മണി ഇൻ യുവർ ബാലൻസ് എന്ന് കാണിക്കുന്നുണ്ട്. പറ്റത്തില്ല, പൈസ എൻ്റെ അക്കൗണ്ടിൽ ഇല്ലാത്തതുകൊണ്ടാണ്. അതെ, ക്യാഷ് ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ ചെറിയൊരു പ്രശ്നം വന്നിട്ടുള്ളത്. വർക്ക് ചെയ്തിട്ട് ഇവിടെ എമൗണ്ട് കൂടുന്ന സമയത്ത് നമുക്ക് ഇതിൽ വേണമെങ്കിൽ ഹെഡ് ഓർ ടെയിൽ ഓപ്ഷൻ കൊടുക്കാം. പക്ഷെ 1 റിസ്കിൽ വേണം ചെയ്യാനായിട്ട്. നിങ്ങളുടെ സ്വന്തം റിസ്കിൽ വേണമെങ്കിൽ ചെയ്യാം. ചെറിയൊരു എമൗണ്ട് എടുത്തിട്ട്. ഇത് പൈസ കൊടുത്ത് വാങ്ങിക്കേണ്ടതാണ്. ഏൺ മണി റിവാർഡ്സ്. ഒരുപാട് വർക്കുകൾ വന്നിട്ടുണ്ട്. ഗെയിം കളിച്ച് പൈസ ഇടാനാണ്. പ്ലേ ആൻഡ് ഏൺ എന്ന് പറയുന്നുണ്ട്. 005 ആണ്. 005 ആണ്. ക്രോ മീഡിയ ഗ്രൂപ്പിൻ്റെ വർക്ക്. മൈക്രോ ആർട്സ് ഉണ്ട്. റൊട്ടേറ്റ് ഫോർ ആളുണ്ട്. ഒരുപാട് സൈറ്റിലെ വർക്കുകൾ ഇങ്ങനെ അവൈലബിൾ. ഇതൊരു വർക്കല്ല. ഇത് രണ്ടും ഒരു വർക്കല്ല. ടോപ്പ് PTC സൈറ്റ് എന്ന് പറഞ്ഞ് എനിക്ക് പരസ്യങ്ങൾ വരും.
അത് ജസ്റ്റ് നിങ്ങളൊന്ന് കണ്ടാൽ മതി. ഇത് കാണണമെന്നില്ല, ജസ്റ്റ് ഒന്ന് ഇഗ്നോർ ചെയ്ത് വിട്ടാൽ മതി. വർക്ക് ചെയ്യാൻ നിൽക്കരുത്. കമ്പനിയുടെ ഉത്തരവാദിത്വത്തിൽ വരുന്നതല്ല. അത് ജസ്റ്റ് ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടി അവരുടെ ആഡാണ്. അതിൽ ഓപ്പൺ ചെയ്യാതിരിക്കുക. ഓക്കെ, ഇനി ഇതിൽ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഏകദേശം കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഏൺമണിക്കകത്തുള്ള എല്ലാ ഓഫറുകളും എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതും കൂടെ നോക്കാം. ബിറ്റ്കോയിൻ്റെ ചെയ്യാൻ നിൽക്കരുത്. അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് മൈനർ സൈറ്റ് നോക്കുക. എത്ര മെമ്പർ പേ ഔട്ട് പെർ 1 million അങ്ങനെ എല്ലാം കൊടുക്കുന്ന എല്ലാ ഡീറ്റെയിൽസ് ഇത് തന്നെ കൊടുത്തിട്ടുണ്ട്. കാരണം എൻ്റെ കയ്യിൽ ഇപ്പോൾ അക്കൗണ്ട് 24 hours ആകാത്തതുകൊണ്ടാണ്. നിങ്ങൾക്ക് പേ ഔട്ട് ചെയ്യേണ്ടത് പെർഫെക്റ്റ് മണി വഴിയാണ്. ഈ ഒരു സൈറ്റിൽ പെയറല്ല, പെയർ വഴി നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ ഉണ്ട്, പെയർ വഴി ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, പെയറുണ്ട്, പെർഫെക്റ്റ് മണി ഉണ്ട്, കോയിൻ പേയ്മെന്റ് ഉണ്ട്. ഇതിൽ ഏറ്റവും നിങ്ങൾക്ക് ബെസ്റ്റ് ആയിട്ടുള്ള, നിങ്ങൾക്ക് ആൾറെഡി പെയറിൽ അക്കൗണ്ട് ഉള്ളവരാണെങ്കിൽ പെയറിൽ അക്കൗണ്ട് വഴി നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാം. പെർഫെക്റ്റ് മണി വഴിയാണ് നിങ്ങൾ വിഡ്രോ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ നിങ്ങൾ പെർഫെക്റ്റ് മണി വഴി ചെയ്യാം. പിന്നെ കോയിൻ പേയ്മെന്റ്സ് ഉണ്ട്, അത് ചെയ്യണമെന്ന് നിർബന്ധമില്ല, അതുവഴി ചെയ്യണ്ട. പേപ്പാൽ ഏകദേശം വേറെയുള്ള സൈറ്റുകളിലെല്ലാം പേപ്പാൽ അവൈലബിൾ ആയിട്ടുണ്ട്. ഇതിലിപ്പോൾ പേപ്പാൽ ടെമ്പററി അവൈലബിൾ അല്ല. അക്കൗണ്ട്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. നമ്മുടെ ഫുൾ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഇത് മാത്രമുള്ള ഒരു മാർഗം. എത്ര വർക്ക് ചെയ്തിട്ടുണ്ട്, എങ്ങനെയൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ഇവിടെ എമൗണ്ട് കൊടുത്തിട്ടുണ്ട്. പേഴ്സണൽ സെറ്റിംഗ്, ഫോറസ്റ്റ് സെറ്റിംഗ്സ്, അഡ്വർടൈസ്മെന്റ് പാനൽ, മാനേജ് ലോഗിൻ ആഡ്സ് ഉണ്ട്. അങ്ങനെയുള്ള നിരവധി ഓപ്ഷൻസുകളുണ്ട്. PISU ക്രെഡിറ്റ്സ്, ബാനർ ക്രെഡിറ്റ്സ്, അങ്ങനെയൊക്കെ ഒരുപാടുണ്ട്. ബാനർ ക്രെഡിറ്റ്സ്, PTSU ക്രെഡിറ്റ്സ്, അങ്ങനെയൊക്കെയുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇതിനകത്ത് ഹാർഡ് ക്രെഡിറ്റ്, ബാക്കി കാര്യങ്ങളെല്ലാം ഇതിൽ തന്നെ ഉണ്ട്. യുവർ ക്ലിക്ക് എന്ന് പറഞ്ഞ് ഇവിടെ കൊടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ക്ലിക്കാണ്, 1 ക്ലിക്കാണ് ചെയ്തിട്ടുള്ളത്. യുവർ റെഫറൽസ് എന്ന് പറയുന്നത് ഞാൻ ആരെയും റെഫർ ചെയ്യാത്തത് കൊണ്ടാണ് എനിക്ക് റെഫറൽസ് ഒന്നും വരാത്തത്. ഡെപ്പോസിറ്റ് ഹിസ്റ്ററി, വിഡ്രോവൽ ഹിസ്റ്ററി, ലോഗിൻ ഹിസ്റ്ററി, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. പേഴ്സണൽ സെറ്റിംഗ്സ്, ഫോറസ്റ്റ് സെറ്റിംഗ്സ്, അഡ്വർടൈസ് പാനൽ, മാനേജ് ലോഗിൻ ആഡ്സ്, റെഫറൽസിന്റെ നോക്കണ്ട, ഫോറം സെറ്റിംഗ്സ്, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സെറ്റിംഗ്സ്. ആഡ് ഫണ്ട് ഉണ്ട്, വിഡ്രോവൽ ഉണ്ട്, ഓഫേഴ്സ് ഉണ്ട്. വിഡ്രോ കൊടുത്തു നോക്കാം. പ്രൂഫ് ഉണ്ട്.
ബിറ്റ് കോയിനിലേക്ക് കൺവെർട്ട് ചെയ്തതാണ്, പെയറിലേക്ക് കൺവെർട്ട് ചെയ്തതാണ്. പിന്നെ ഡിസംബർ 10 2018 11:45 പെർഫെക്റ്റ് മണി വഴി വിഡ്രോ ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ഒരുപാട് പേര് ഇതിൽ വിഡ്രോ ചെയ്തിട്ടുള്ളവരുടെ ലിസ്റ്റാണ്. പെയർ ഉണ്ട്, പെർഫെക്റ്റ് മണി ഉണ്ട്. പെർഫെക്റ്റ് മണി, പെയർ ഏറ്റവും കൂടുതൽ ആൾക്കാർ വിഡ്രോ ചെയ്തിട്ടുള്ളത് നോക്കുക. അതിൽ ജസ്റ്റ് 1-2 ആണ് ബിറ്റ് കോയിൻ ചെയ്തിട്ടുള്ളത്. ബിറ്റ് കോയിൻ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് കഴിവതും. ഇതാണ് സൈറ്റ്. Easy to earn from home. ഏൺ മണി ബൈ വാച്ചിങ് ആഡ്സ് ആൻഡ് വീഡിയോസ് ഉണ്ട്. ഏൺ മണി ബൈ ഡൂയിങ് ഓഫേഴ്സ് ആൻഡ് സർവീസ് ഉണ്ട്. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ഈ 2 കാര്യം മാത്രം ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏൺ മണി ബൈ വാച്ചിങ് ആഡ്സ് പറഞ്ഞതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ കണ്ടും ഈ ഒരു സൈറ്റിൽ പൈസ ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. 30 സെക്കൻഡ് അല്ലെങ്കിൽ 40 സെക്കൻഡ് അല്ലെങ്കിൽ 1 മിനിറ്റ് വരുന്ന വീഡിയോസ് ഉണ്ട്. ഈ വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾക്ക് ഈ ഒരു വർക്ക് ചെയ്യാവുന്നതാണ്. ഇത്രയും സമയം വീഡിയോ കണ്ട് തീരുമ്പോൾ ആ ഒരു വീഡിയോക്ക് ചിലപ്പോൾ 0.02 അല്ലെങ്കിൽ 0.50 ഒക്കെ ആയിരിക്കും പറഞ്ഞിട്ടുള്ളത്. ആ ഒരു എമൗണ്ട് നിങ്ങളുടെ അക്കൗണ്ട് ക്രെഡിറ്റ് ആവും. ഏൺ മണി ബൈ ഡൂയിങ് ഓഫേഴ്സ് ആൻഡ് സർവീസ് ഉണ്ട് ഇതിൻ്റെ അകത്ത്. പിന്നെ ഇതിൽ കമ്പനിയുടെ ഡീറ്റെയിൽസിനെ പറ്റിയാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ അത് ബാക്കി നോക്കണ്ടെന്ന് പറഞ്ഞത്. മെമ്പർ ബെനിഫിറ്റ് ആണത്. ഇത് അഡ്വർടൈസ്മെന്റ് നമ്മൾ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ, സ്വന്തമായിട്ട് ചെയ്യുകയാണെങ്കിൽ അത് മതി. ടോട്ടൽ പെയ്ഡ് ആണ് $264.65 പെയ്ഡ് ചെയ്തിട്ടുള്ളത്. ടോട്ടൽ മെമ്പർ 2844 മെമ്പർ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. ഇന്ന് ലോഗിൻ ചെയ്ത മെമ്പറാണ് 3 എന്ന് പറയുന്നത്. നിങ്ങൾ ചിലപ്പോൾ ലോഗിൻ ചെയ്യുന്ന സമയത്ത് 3 എന്നുള്ള സ്ഥാനത്ത് 10 50 ചിലപ്പോൾ കൂടുതലായിരിക്കാം. ഓരോ ദിവസം ലോഗിൻ ചെയ്യുന്ന ടൈമാണ്. ഇന്നൊരു 12 മണിക്ക് രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ നാളെ 12 മണി മുതൽ, അതായത് 24 അവേഴ്സ് കഴിഞ്ഞ ഉടൻ തന്നെ നമുക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഫ്രീ ആയിട്ട് സൈനപ്പ് ചെയ്യാം. ലോഗ് ഔട്ട്, ഇതൊക്കെയാണ് മൊത്തത്തിൽ ഓവറോൾ ഈ ഒരു സൈറ്റ് വരുന്നത്. സ്പാമിൻ്റെ അകത്ത് എൻ്റെ ജിമെയിലിൻ്റെ അകത്ത് സ്പാമിലൊന്നും വന്നിട്ടില്ല. ഇൻബോക്സിൽ 2 മെയിൽ വന്നിട്ടേ ഉള്ളൂ. ഓക്കെ, ക്ലിയർ ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെയാണ് സൈറ്റിൽ മെയിനായിട്ട് വരുന്നത്. ഞാനിപ്പോൾ ആൾറെഡി ലോഗിൻ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് ഇനിയിപ്പോൾ ലോഗ് ഔട്ടിൻ്റെ ഓപ്ഷനാണുള്ളത്. നിങ്ങൾ വർക്ക് ചെയ്തിട്ട് ഇറങ്ങുമ്പോൾ ലോഗ് ഔട്ട് ചെയ്തിട്ട് തന്നെ ഇറങ്ങണം. ഓവറോൾ ഇത്രയാണ് ഈ ഒരു സൈറ്റിൽ വരുന്നത്. ജസ്റ്റ് ഒരു ഓപ്ഷൻ കൂടെ നോക്കാം. എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടത്, ഇത് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പേ തന്നെ ഇഫക്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അവൈലബിൾ ആയിട്ട് വരും. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്കത് എങ്ങനെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണ് ഐ ക്യാൻ ചേഞ്ച് മൈ യൂസർ നെയിം, എങ്ങനെ ചേഞ്ച് ചെയ്യുക, എങ്ങനെ പാസ്വേഡ് ചേഞ്ച് ചെയ്യുക, എങ്ങനെ ക്യാഷ് വിഡ്രോ ചെയ്യുക, അങ്ങനെയുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഹൗ മച്ച് മണി ഐ ക്യാൻ മേക്ക് ഫ്രം മൈ റെഫറൽസ്, റെഫർ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഏൺ ചെയ്യാൻ പറ്റും, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഓപ്ഷൻസ് ഇതിൽ വന്നിട്ടുണ്ട്. മൈ ഡയറക്റ്റ് റെഫറൽസ് ചോദിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ കുറച്ച് റെഫർ ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. കൂടുതൽ റെഫർ ചെയ്യാം, എത്ര ഫ്രണ്ട്സ് വേണമെങ്കിലും, നമുക്ക് ലിമിറ്റേഷൻസ് ഒന്നുമില്ല. എത്ര വേണോ റെഫർ ചെയ്യാനായിട്ട് സാധിക്കും. റെഫറിങ്ങിൽ വേറെ ഒന്നുമില്ല. പിന്നെ എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടതെന്ന്, ഈ ഒരു അക്കൗണ്ട് കൂടെ വേണം എന്നുണ്ടെങ്കിൽ ഒരു മൊബൈലിൽ അറ്റ് എ ടൈം, അല്ലെങ്കിൽ മൊബൈൽ അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ അറ്റ് എ ടൈമിൽ ഒറ്റ അക്കൗണ്ട് മാത്രമേ ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒന്നിൽ കൂടുതൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2 വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഏതെങ്കിലും 2 ബ്ലോക്ക് ചെയ്യും. IP അഡ്രസ് വെച്ചിട്ട് ബ്ലോക്ക് ചെയ്യാൻ പറ്റും. ചേഞ്ച് മൈ യൂസർ നെയിം, ഐ ഫോർഗെറ്റ് മൈ പാസ്വേഡ്, എങ്ങനെ പാസ്വേഡ് റീസെറ്റ് ചെയ്യാന്ന്. ഓക്കെ, ഐ ക്യാൻ ചേഞ്ച് മൈ സ്പോൺസറിനെ ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. ചേഞ്ച് മൈ റഫറൽസ്, ഹൈ ഓപ്ഷൻ അയക്കാൻ അഡ്വർടൈസ്മെന്റ്, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. എന്തായിരുന്നാലും നല്ല പോലെ നിങ്ങൾ ഇതിൽ വർക്ക് ചെയ്യുക.
ഓക്കെ, അതിൽ ഏൺ മണിയിനകത്ത് നിങ്ങൾ ഇനി ഒന്നും കൂടെ ഞാൻ ഓവറോൾ പറഞ്ഞു തരികയാണ്. നിങ്ങൾ ലോഗിൻ ചെയ്ത് കയറിയതിനു ശേഷം ഏൺ മണിയിനകത്ത് വ്യൂ ആഡ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. വ്യൂ ആഡ്സ് എടുക്കുക. വ്യൂ ആഡ്സ് എടുക്കാൻ നേരത്ത് ഒരുപാട് വർക്കുകൾ വന്നിട്ടുണ്ടാവും. ഈ ഒരു വർക്ക് ആഡ്സ് ആണ്. ഈ ആഡ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം അതിനകത്ത് ഇത്ര സമയം വെയിറ്റ് ചെയ്യുക. ഇതേപോലെയുള്ള ആഡ്സുകൾ വരും. ഞാനിപ്പോൾ ഒരു ആഡേ ചെയ്തിട്ടുള്ളത്, അതുകൊണ്ടാണ് 0.10 വന്നിട്ടുള്ളത്. ഞാൻ 24 hours വെയിറ്റ് ചെയ്യാത്തതുകൊണ്ടാണ് ഞാൻ കൂടുതൽ വർക്ക് ഞാൻ ചെയ്യാൻ നിൽക്കാത്തത്. നിങ്ങളും അതുപോലെ തന്നെയാണ്. 24 hours ആവുന്നതിന് മുമ്പേ വർക്ക് ചെയ്ത് തീർക്കരുത്. 24 hours ആവുന്നതിന് മുന്നേ വർക്ക് കയറി ചെയ്യരുത്. കാരണം വെച്ചാൽ 24 മണിക്കൂർ കഴിഞ്ഞാലേ പ്രോപ്പറായിട്ട് ഐഡിയും കാര്യങ്ങളും എല്ലാം ആക്ടിവേഷൻ ആവത്തുള്ളൂ. നിങ്ങളുടെ പെർഫെക്റ്റ് മണി ഓർ ഞാൻ പറഞ്ഞു തന്നായിരുന്നു, പെയർ അല്ലെങ്കിൽ പെർഫെക്റ്റ് മണി വഴി നിങ്ങൾക്ക് ക്യാഷ് വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കും. ഇതിൽ മിനിമം വിഡ്രോ ചെയ്യേണ്ട എമൗണ്ട് എന്ന് പറഞ്ഞാൽ 0.5 ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്യാഷ് വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഈ ഒരു സൈറ്റിൽ നിശ്ചിത എമൗണ്ട് ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. ഇത്രയും ആഡ്സ് നിങ്ങൾ കാണുക. ഇത്രയും ഡെയിലി ഇതേപോലെ ആഡ്സുകൾ വരും. ആഡ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിറ്റേ ദിവസം വർക്ക് ചെയ്യാം. കണ്ടിന്യൂസ് ആയിട്ട് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും. ആദ്യത്തെ കുറച്ച് ദിവസം മാത്രം എമൗണ്ട് കുറഞ്ഞ വർക്കുകളായിരിക്കും വരുന്നത്. ഫസ്റ്റിലത്തെ നമ്മളുടെ വിഡ്രോവൽ കഴിഞ്ഞതിന് ശേഷമായിരിക്കും എമൗണ്ട് കൂടിയ വർക്ക് ഇതിലേക്ക് ആഡ് ആവുന്നത്. ഓക്കെ, പിന്നെ ഇതിൽ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത്രയും ആഡ്സുകളുണ്ട്. എല്ലാം മാക്സിമം കണ്ട് തീർക്കാനായിട്ട് നോക്കുക. നിങ്ങൾ മൊബൈൽ വഴി വർക്ക് ചെയ്യുന്നവർക്കാണെങ്കിൽ മാക്സിമം നിങ്ങളൊരു കാര്യം ചെയ്യുക. നിങ്ങളുടെ ഗൂഗിൾ ക്രോം എന്ന് പറയുന്ന ബ്രൗസർ വഴി മാക്സിമം ചെയ്യാൻ നോക്കുക. യൂസ് ബ്രൗസർ വഴി ചിലപ്പോൾ ആഡുകളെല്ലാം ഓപ്പൺ ആയി വരാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഒപ്പേറ മിനി ആണെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാനായിട്ട് സാധിക്കും. ആദ്യം പ്രിഫർ ചെയ്യുന്നത് ഗൂഗിൾ ക്രോം തന്നെയാണ്. ഗൂഗിൾ ക്രോമിൽ പറ്റാത്തവർ മാത്രം ആശ്രയിക്കുക. യൂസ് ചെയ്യാനുണ്ടെങ്കിൽ ഒപ്പേറ മിനി എന്ന് പറയുന്ന ബ്രൗസർ വഴി കയറുക. ഇതിൽ ഏതെങ്കിലും ഒരു ബ്രൗസർ വഴി നിങ്ങൾ മാക്സിമം നല്ല രീതിയിൽ തന്നെ ഇത് ചെയ്യുക. ഞാനിപ്പോൾ വർക്ക് ചെയ്തിട്ട് ഇപ്പോൾ ഇറങ്ങുമ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ലോഗൗട്ട് ചെയ്യണം. ലോഗൗട്ട് ചെയ്തിട്ട് തന്നെയാണ് ഞാൻ ഇറങ്ങുന്നത്. അതാണ് ഞാൻ ലോഗൗട്ട് ചെയ്ത് എനിക്കിനിപ്പോൾ ലോഗിൻ ചെയ്യണമെങ്കിൽ ഇവിടെ കാരണം ലോഗൗട്ട് ഔട്ട് ആവുന്ന ഇതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. ഇല്ലെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലോഗൗട്ട് ആയെന്നും പറഞ്ഞിട്ട് നമ്മൾ നെറ്റും ക്ലോസ് ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ ലോഗൗട്ട് ആവത്തില്ല. ഇത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ മാത്രമേ ലോഗൗട്ട് ആവത്തുള്ളൂ. അപ്പോൾ അതൊന്ന് ജസ്റ്റ് അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം ഇതേപോലെ വരുമ്പോൾ എനിക്കിവിടെ ഇനിയിപ്പോൾ സൈനപ്പ് ഉണ്ട്, ലോഗിൻ ഉണ്ട്. സൈനപ്പ് കൊടുക്കേണ്ട ആവശ്യമില്ല. ആൾറെഡി ഞാൻ സൈനപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ലോഗിൻ ആണുള്ളത്. ലോഗിൻ കൊടുത്തു നോക്കാം. ഇപ്പോൾ 24 hours മുമ്പേ ഞാൻ ലോഗിൻ ചെയ്യുന്നില്ല. ഓക്കെ, എൻ്റെ യൂസർ ഐ ഡി പാസ്വേഡ് ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ ഈ ഒരു ക്യാപ്ചയും കൂടെ റീടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ആൾറെഡി അക്കൗണ്ട് റീടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ID ഓക്കെ ആവും, ലോഗിൻ ആവും. പക്ഷെ ഞാൻ ലോഗിൻ ചെയ്തില്ല. എങ്കിൽ പോലും നമുക്ക് ഫോം എടുക്കാൻ പറ്റും. അതായത് നമ്മുടെ പ്രൊഫൈലിന്റെ ഫോം അല്ല വരുന്നത്, അല്ലാത്ത ഫോമാണ് വരുന്നത്. ഓക്കെ, ഫ്രീ ആയിട്ട് സൈനപ്പ് ചെയ്യാം. പിന്നെ സപ്പോർട്ട്, ക്ലോസ്, പാക്ക്, പ്രൂഫ്, ന്യൂസ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. വെർഷൻ 5.2 ആണ്. നല്ല രീതിയിൽ തന്നെ ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു സൈറ്റാണ്. അപ്പോൾ എല്ലാ ഫ്രണ്ട്സും നല്ലപോലെ ഏൺ ചെയ്യുക, നല്ലപോലെ തന്നെ വർക്ക് ചെയ്യുക. എടുക്കുന്ന വർക്ക് മാക്സിമം ചെയ്ത് ഫിനിഷ് ചെയ്യുക. ടൈം ലിമിറ്റോ ടാർഗറ്റോ ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് മാക്സിമം സമയം എടുത്ത് തന്നെ ഈ ഒരു വർക്ക് ചെയ്യാൻ പറ്റും. ഓപ്പൺ ചെയ്യുന്ന വർക്ക് ചെയ്ത് തീർത്തതിന് ശേഷം മാത്രം ലോഗൗട്ട് ചെയ്യുക. ലോഗൗട്ട് ചെയ്യുമ്പോൾ സാധാരണ സൈറ്റുകൾ ലോഗൗട്ട് കൊടുത്തത് കൊണ്ട് പെട്ടെന്ന് തന്നെ നെറ്റ് ഓഫ് ചെയ്തിട്ട് പുറകിലോട്ട് അടിച്ചു പോയിട്ട് ഫേസ്ബുക്കിലോ വാട്സപ്പിലോ കയറിക്കൊണ്ടിരിക്കുന്നത് ലോഗൗട്ട് ആവത്തില്ല. അതുകൊണ്ട് മാക്സിമം നല്ല രീതിയിൽ തന്നെ എല്ലാവരും വർക്ക് ചെയ്ത് ഇൻകം ഏൺ ചെയ്യുക. അപ്പോൾ എല്ലാ ഫ്രണ്ട്സിനും വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.